നല്ല കോരി ചൊരിയുന്ന മഴയത്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ചാക്കാന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ഉപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഉപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ അരി അടുപ്പത്ത് വെക്കാൻ വെള്ളം വെച്ചതിന് ശേഷം അരിയൊക്കെ കഴുകി വൃത്തിയാക്കി ചോറിനുള്ള അരിയും സംഗതിയൊക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ബ്രെഡാണ് മെയിനായിട്ട്. ബ്രൗൺ ബ്രെഡിൽ ഞാൻ അവക്കാഡോൻ്റെ മിക്സും പിന്നെ അതേപോലെ ഹസ്ബൻഡ് എഗ്ഗ് ഇട്ടിട്ട് ഒന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ജസ്റ്റ് പൊരിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു അവക്കാഡോ മിക്സിൽ ഉള്ളിയും തക്കാളിയും പിന്നെ കുറച്ച് ക്യാരറ്റും എല്ലാം കൂടെ പിന്നെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കുറച്ച് പെപ്പറും കുറച്ച് ഉപ്പും എല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതവിടെ മിക്സ് ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ അവക്കാഡോത്തൊന്നും ശീലമൊന്നുമില്ല, പക്ഷേ എന്നാലും നല്ല ഹെൽത്തി ആണെന്നുള്ളതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. കഴിച്ചപ്പം വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. പിന്നെ ഹസ്ബൻഡിന് മുട്ടയിൽ മുക്കിയിട്ടൊന്ന് ജസ്റ്റ് പൊരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഉപ്പിട്ട് മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് അതിൽ ബ്രൗൺ ബ്രെഡ് മുക്കിയിട്ട് പൊരിക്കാനാണ് പ്ലാൻ ഉള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ട ഞാൻ ഫ്രിഡ്ജിലൊന്നും വച്ചിട്ടില്ലേനും പുറത്ത് തന്നെ വെച്ചത്. അങ്ങനെ നമ്മൾ ഈ ഒരു ബ്രൗൺ ബ്രെഡ് ഞാൻ ലുലുന്ന് മേടിച്ചതാണ്. ആ ഒരു ബ്രെഡ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത്. മൂപ്പർക്ക് ഒരു 4-5 ബ്രെഡ് അങ്ങനെ എഗ്ഗിൽ മുക്കിയിട്ട് പൊരിച്ച് അവിടെ വെച്ചു. ബട്ടറിലാണ് പൊരിക്കുന്നത്. ഞാൻ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യൊന്നും യൂസ് ചെയ്തിട്ടില്ല, ബട്ടർ മാത്രം യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ബ്രെഡും ഒന്ന് സെറ്റാക്കി ഒന്ന് ജസ്റ്റ് ചൂടാക്കി കരിയിച്ചെടുക്കാം എന്ന് കരിയിക്കുക മീൻസ് നന്നായിട്ട് കരിയിക്കുകയല്ല, ഒന്ന് ഉഷാറാക്കി ചൂടാക്കി എടുത്തു. അതിൽ നമ്മൾ ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഒരുപാടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഓക്കെയാണ്. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ ചോറ് ഊറ്റിയെടുക്കാമെന്ന് കരുതി. ചോറ് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പം ചോറൊന്ന് ഊറ്റിയെടുത്തു. അപ്പം ലുലുന്ന് മേടിച്ചതാണ് ഈ ഒരു കോര. അതൊന്ന് ഐസ് പോകാൻ വേണ്ടിയിട്ട് അവിടെ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പരപ്പ് കറി, ഷാൻജി ചേട്ടൻ്റെ ഒരു റെസിപ്പിയിലൊരു പരപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതി. അതിനിടയ്ക്ക് കുറച്ച് പേരൊക്കെ അവിടെ കിടപ്പുണ്ടേനി. അപ്പോൾ ഞാനതൊന്ന് മുറിച്ചിട്ട് ഹസ്ബൻഡിനൊന്ന് ഉഷാറാവട്ടെ എന്ന് കരുതിയിട്ട് ഹസ്ബൻഡിന് സോപ്പിടാൻ വേണ്ടിയിട്ടൊന്ന് കൊണ്ടുകൊടുത്തു. പിന്നെ നമ്മുടെ ഈ ഒരു കോര അത്യാവശ്യം നല്ല വലിയ ഒരൊറ്റ കോരയാണെങ്കിലും 2-3 ആൾക്ക് കഴിക്കാൻ നല്ല പാകത്തിലുള്ള വലിയൊരു കോരയാണ്. അതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഉഷാറാക്കി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ നമ്മുടെ ഈ പരപ്പ് കറി അത് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്ന് വറവിടാന്ന് കരുതി നമ്മുടെ കടുകും വെളിച്ചെണ്ണയും എല്ലാം പൊട്ടിച്ച് കുറച്ച് സംഗതികളൊക്കെ ഇട്ടിട്ട് നമ്മൾ വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ വേറെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മീൻ പൊരിക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ എന്ത് ചെയ്തു, കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ വിതറിയിട്ടൊക്കെയാണെങ്കിൽ ഒരു ഗുമ്മിനൊരു കാണാനൊരു ടേസ്റ്റും കാണാനൊരു ഭംഗിയാണ്, ടേസ്റ്റല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടോയെന്നറിയില്ല. വലിയ മീനായതുകൊണ്ട് അടച്ച് വെച്ച് ഞാൻ വേവിച്ചിട്ടുള്ളത്. അപ്പോഴേക്കൊക്കെ കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ട്, ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് സെർവ് ചെയ്തു. ചോറുണ്ടേനും പരപ്പ് കറി ഉണ്ടേനും മീനുണ്ടായിരുന്നു പിന്നെ മോര് എല്ലാം കൂടെ യോജിച്ച് ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാ, അടിപൊളി. താങ്ക് യു സോ മച്ച്.